ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് മൈക്കിൻ്റെ കമ്പാരിസൺ വീഡിയോ ആണ്. ഒന്ന് ലാർക്ക് M2 എന്ന് പറയുന്ന ഹോളിലാൻഡിൻ്റെ ഒരു മികച്ചൊരു മൈക്കും, പിന്നെ എക്സാക്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു മൈക്കും. ഇത് അധികം ആരും കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല, അത്രയ്ക്ക് പ്രചാരത്തിലുള്ള ഒരു മൈക്കല്ല. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയാണ്. നമ്മളിപ്പം എക്സാക്റ്റിൻ്റെ മൈക്കിലാണ് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് അത്യാവശ്യം നോയ്സ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇതിന് നമുക്ക് മാർക്കറ്റിൽ 1500 തൊട്ടാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ കറക്റ്റ് പ്രൈസ് നമുക്ക് അറിയില്ല. നമ്മൾ ഗൂഗിളൊക്കെ നോക്കി പുറത്തുനിന്ന് കൊണ്ടുവന്നൊരു മൈക്കാണ്. അപ്പം അതിൻ്റെ കറക്റ്റ് റേറ്റ് എത്രയാണെന്ന് അറിഞ്ഞൂടാ. എന്നാലും അത്യാവശ്യം റേറ്റ് കുറഞ്ഞൊരു മൈക്കാണ്. നമുക്ക് അടുത്തത് ഹോളിലാൻഡിൻ്റെ മൈക്ക് വെച്ച് നോക്കാം അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് ഹോളിലാൻഡ് ലാർക്ക് M2 എന്ന് പറയുന്ന ഈ ബ്രാൻഡിൻ്റെ മൈക്കിലെടുക്കുന്ന വോയിസ് ആണ്. എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇതിപ്പം ഈ മൈക്കിൻ്റെ നോർമൽ സൗണ്ട് ക്വാളിറ്റി നമ്മളെടുക്കുന്ന ഒരു സാധനമാണ്. ഇനി വേറൊരു പ്രോ മോഡും കൂടെ ഉണ്ട്, അതാണ് നോയിസ് ക്യാൻസലേഷൻ. അതിലെടുക്കുന്ന ഒരു ഓഡിയോ ഔട്ട്പുട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇതിപ്പം ഈ മൈക്കിൻ്റെ നോയിസ് ക്യാൻസലേഷനിൽ എടുക്കുന്നൊരു ഓഡിയോ ആണ്. ഈ ഓഡിയോ തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? അതേസമയം നമ്മുടെ എക്സാക്റ്റ് എന്ന ബ്രാൻഡിൻ്റെ നോർമൽ സൗണ്ട് ക്വാളിറ്റിയും നോയിസ് ക്യാൻസലേഷനും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എക്സാക്റ്റ് എന്ന ബ്രാൻഡിൻ്റെ നോർമൽ സൗണ്ട് ക്വാളിറ്റിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു നോയിസ് ക്യാൻസലേഷൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുള്ള സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഒരു ബാക്ക്ഗ്രൗണ്ട് നോയിസും കാര്യങ്ങളൊക്കെ എത്രമാത്രം കുറയ്ക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊന്നുമില്ല. ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലൊന്നും ഈ മൈക്ക് കിട്ടാനില്ല. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ്. അപ്പം എനിക്ക് തോന്നുന്നു അവിടെ മാത്രം സെയിൽ ചെയ്യുന്നൊരു പ്രോഡക്റ്റാണിത്. അതേസമയം ഹോളിലാൻഡ് നമുക്ക് എവിടെ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് പോപ്പുലറായിട്ടുള്ളൊരു ബ്രാൻഡാണ്. നമുക്കിതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം ഓരോന്നോരോന്നായി. ഫസ്റ്റ് നമുക്ക് ഹോളിലാൻഡ് എടുക്കാം. ഹോളിലാൻഡിൻ്റെ മൈക്ക് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു റിസീവർ വരുന്നുണ്ട്. ഇത് നമുക്ക് ക്യാമറയിലൊക്കെ കണക്ട് ചെയ്യാനൊക്കെ കൊണ്ടുള്ളതാണ്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിലുള്ളൊരു സാധനമാണ്. പിന്നെ രണ്ട് മൈക്കുമാണ് വരുന്നത്. ബട്ടൺ മൈക്കാണ് നമുക്ക് വരുന്നത്. രണ്ട് ബട്ടൺ മൈക്കും വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഹോളിലാൻഡ് മൈക്കിൻ്റെ കൂടെ വരുന്ന സാധനങ്ങൾ. വേറെ ഐറ്റം കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിന് പുറമെ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാനുള്ള രണ്ട് റിസീവറുണ്ട്. നമുക്ക് ഒരു USB-C ടൈപ്പ് വരുന്നൊരു റിസീവറും നമ്മുടെ ലൈറ്റനിങ് കേബിളിൻ്റെ ഐഫോണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഫോണിൽ കുത്താൻ പറ്റുന്ന രണ്ട് റിസീവേഴ്സ് ഉണ്ട്. അതിൻ്റെ കൂടെയാണ് നമ്മുടെ ഇവിടെ ക്യാമറയിലും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ടോട്ടൽ 3 സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് എക്സാക്റ്റ് എന്ന് പറയുന്ന ഈ ബ്രാൻഡാണ് നമ്മൾ നോക്കുന്നത്. ഈ ബോക്സ് കാണാൻ തന്നെ നല്ലൊരു ഡിസൈനാണ്. ഫ്രണ്ടിലായിട്ട് ജസ്റ്റ് നമുക്കിങ്ങനെ ഒരു ഡിജിറ്റലൊക്കെ കാണിക്കാൻ പറ്റുന്ന ചെറിയൊരു മിറർ പോലത്തെ ഒരു സാധനമുണ്ട്. ഇത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് കാണുന്നത് രണ്ട് ബട്ടൺ മൈക്കും ഒരു റിസീവറും. ഇത് നമുക്ക് ഫോണിൽ മാത്രം കുത്താൻ പറ്റുന്ന ഒരു റിസീവറാണ്. ഐഫോണിൽ പറ്റൂല. ഐഫോണിൽ ഒരു 15 കഴിഞ്ഞ് വരുന്ന മോഡൽസിലെല്ലാം പറ്റും. C ടൈപ്പാണ് കേബിള്. അതിന് മുന്നോട്ടുള്ള ലൈറ്റനിങ് കേബിൾ വരുന്ന ഐഫോൺസിലൊന്നും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു റിസീവറാണ്. ഒറ്റൊരു C ടൈപ്പ് മാത്രമേ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുള്ളൂ. ഈ ബോക്സിൻ്റെ കൂടെ വേറെ ഒന്നും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നില്ല. ഈ രണ്ട് മൈക്ക് വരുന്നത് ബട്ടൺ മൈക്കാണ്. ഹോളിലാൻഡിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലിപ്പമുള്ള മൈക്കാണെന്ന് തോന്നുന്നു. ബിൽഡ് ക്വാളിറ്റി വരുമ്പം ഈ പൈസയ്ക്ക് കിട്ടാവുന്ന നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. അതിന് കുറ്റം പറയുന്നില്ല, നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിതുപോലെ ഡിജിറ്റൽ ഇങ്ങനെ എഴുതി കാണിക്കും നമ്മുടെ ഓരോ മൈക്കിലും എത്ര ശതമാനം ചാർജ് ഉണ്ടെന്നുള്ളത്. നമുക്കിവിടെ ഇങ്ങനെ ഒരു ഇൻഡിക്കേഷൻ പോലെ നമുക്ക് കാണിക്കുന്നതാണ്. നമുക്കിനി അടുത്തത് ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മുടെ ബോക്സ് വെച്ച് നോക്കുമ്പോൾ കണ്ടല്ലേ, നമുക്ക് ഇത്രയും വ്യത്യാസമുണ്ട് ഹോളിലാൻഡും എക്സാക്റ്റ് എന്ന് പറയുന്ന ഈ ബ്രാൻഡും തമ്മിൽ. വലിയൊരു വ്യത്യാസമായിട്ട് പറയാൻ പറ്റില്ല, ചെറിയൊരു ഹൈറ്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ബട്ടൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന നമ്മളിപ്പോൾ റെക്കോർഡാക്കിക്കൊണ്ടിരിക്കുന്ന ഹോളിലാൻഡിൻ്റെ മൈക്കിലാണ്. നമ്മളിതിൻ്റെ ബട്ടൺ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോളിലാൻഡും എക്സാക്റ്റും തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ട്, നല്ലൊരു വ്യത്യാസമുണ്ട്. ഹോളിലാൻഡിൻ്റെ മൈക്ക് അത്യാവശ്യം കോമ്പാക്റ്റായിട്ട് ചെറിയൊരു മൈക്കാണ്. നമുക്ക് ഈസി ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ വെക്കാം. പക്ഷേ ഇത് കുറച്ചുകൂടി വലിപ്പമുണ്ട്. നമുക്ക് ഷട്ടലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും, അത്രയ്ക്ക് സൈസ് ഉണ്ട്. പക്ഷേ എന്നാലും ഹോളിലാൻഡിനെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ലൊരു സൈസായിട്ട് വരുന്നൊരു ബോഡിയാണ്. നമ്മൾ ബാറ്ററിയൊക്കെ ചെക്ക് ചെയ്തില്ല, അത് നല്ലൊരു സമയം വേണം. അതുകൂടി ചെക്ക് ചെയ്ത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അത് ഇറക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വലിയ സംഭവമൊന്നുമല്ല, രണ്ട് മൈക്കുകൾ തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ. ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പർപ്പസിന് ഏത് മൈക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മൈക്കാണ് വേണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. OLXിലൊക്കെ ഈ സാധനം കിടപ്പുണ്ട്. അല്ലാണ്ട് നമുക്ക് ഫ്രഷ് പീസ് കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. അല്ലെ പുറത്തുള്ളവരോട് പറഞ്ഞ് അവിടുന്ന് മേടിച്ചുകൊണ്ട് വരണം. അതല്ല, നല്ലൊരു പ്രോ ലെവൽ മൈക്കാണ് വേണ്ടതെങ്കിൽ ഹോളിലാൻഡ് തന്നെ ചൂസ് ചെയ്യുക. നമുക്കൊരു 10 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് നമുക്കൊരു ക്രിയേറ്ററിന് വേണ്ട സാധനങ്ങൾ മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. ഒരു ക്രിയേറ്റർ പാക്കാണത്. നമുക്ക് ക്യാമറയിലൊക്കെ യൂസ് ചെയ്യുന്ന റിസീവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റേറ്റ് ആവും. ഒരു 14 രൂപയ്ക്കകത്ത് വരും. ഒരു 10 to 14
ആ ഒരു ഇതിനകത്താണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.